അമേരിക്ക ആരെയാണ് മണ്ടന്മാരാക്കുന്നത്? ഇറാൻ 3 F-15 ഫൈറ്റർ ജെറ്റുകളെ വീഴ്ത്തിയപ്പോൾ അവർ പറഞ്ഞു അത് ഫ്രണ്ട്ലി ഫയറിംഗ് ആയിരുന്നു എന്ന്. നമ്മൾ വിശ്വസിച്ചു. പിന്നീട് ഇറാൻ 2 സ്ട്രാറ്റോ ടാങ്കർ വിമാനങ്ങൾ വീഴ്ത്തിയപ്പോൾ അവർ പറഞ്ഞു പരസ്പരം കൂട്ടിയിടിച്ചാണെന്ന്. അതും സമ്മതിച്ചു. പിന്നെ ഇറാൻ അമേരിക്കയുടെ ഏറ്റവും വലിയ വിമാനവാഹിനി കപ്പലിനെ ആക്രമിച്ചപ്പോൾ അവർ പറഞ്ഞു സ്വാഭാവികമായ തീപിടുത്തമായിരുന്നെന്ന്. പിന്നീട് റിപ്പയറിങ്ങിനെന്ന് പറഞ്ഞ് അതിനെ നൈസായി ഇറാൻ തീരത്ത് നിന്ന് പിൻവലിച്ചു. പിന്നീട് ഇറാൻ സൗദി അറേബ്യയിലെ മിലിറ്ററി എയർപോർട്ട് ആക്രമിച്ചു. 5 സ്ട്രാറ്റോ ടാങ്കർ എയർക്രാഫ്റ്റുകൾ കത്തിച്ചപ്പോൾ അവർ പറഞ്ഞു അങ്ങനെ ഒരു സംഭവമേ ഉണ്ടായിട്ടില്ല എന്ന്. പിന്നീട് അത് മുഖ്യധാരാ മാധ്യമങ്ങളിൽ പോലും വാർത്തയായി. ലോകത്തിലെ ഏറ്റവും വില കൂടിയ അത്യാധുനിക അമേരിക്കൻ റീപ്പിൾ ഡ്രോണുകൾ 11 എണ്ണം ഇറാൻ വീഴ്ത്തിയപ്പോൾ അവർ പറഞ്ഞു യന്ത്ര തകരാറ് സംഭവിച്ച് സ്വയം വീണതാണെന്ന്. ഇറാൻ ഇസ്രായേലിലെ ബെൻഗൂറിയോൺ വിമാനത്താവളം ആക്രമിച്ച് വലിയ തോതിലുള്ള നാശനഷ്ടങ്ങൾ വരുത്തി ഡസൻ കണക്കിന് വിമാനങ്ങൾക്ക് തീയിട്ടപ്പോൾ അവർ പറഞ്ഞു വെറും 3 വിമാനങ്ങളെ പോയിട്ടുള്ളൂവെന്ന്. അതിനിടെ ഖത്തറിലെ വ്യോമതാവളം ആക്രമിച്ച് നിരവധി മിലിറ്ററി വിമാനങ്ങൾ നശിപ്പിച്ച കഥ ഇതുവരെ അവർ പുറത്തു പറഞ്ഞിട്ടേയില്ല. മിഡിൽ ഈസ്റ്റിലെ 17 മിലിറ്ററി ബേസുകൾ ഇറാൻ ആക്രമിച്ചു. അവിടെയുള്ള ഡിഫൻസ് റഡാറുകൾ മുഴുവൻ ചുട്ടിട്ടു. അവർ ന്യായീകരിച്ചു. ഇറാഖിലെ അതീവ സുരക്ഷിതത്വമുള്ള അമേരിക്കൻ എംബസി ബിൽഡിംഗ് പോലും തകർക്കപ്പെട്ടു. അനവധി അമേരിക്കൻ വാണിജ്യ കപ്പലുകൾ മിസൈലേറ്റ് തകർന്ന കഥകൾ പലതും മൂടിവെച്ചു. കഴിഞ്ഞ ദിവസം അവരുടെ ഒരു F-35 എയർക്രാഫ്റ്റും ഇറാൻ വെടിവെച്ചിട്ട വാർത്തകൾ വന്നു കഴിഞ്ഞു. അമേരിക്ക കനത്ത നാശമാണ് ഈ യുദ്ധത്തിൽ ഏറ്റുവാങ്ങിക്കൊണ്ടിരിക്കുന്നത്. പക്ഷേ അമേരിക്കയെ പോലെ തന്നെ ഇവിടെ ഇരുന്ന് തള്ളുന്ന ഫാദർലാൻഡ് ഭക്തരും ഇതൊന്നും ഇതുവരെ സമ്മതിച്ചിട്ടില്ല. ഇറാൻ്റെ മിലിറ്ററി കാപ്പബിലിറ്റി ക്ഷയിച്ചു എന്നാണ് മീഡിയകളുടെ പ്രചരണം. എന്നാൽ കഴിഞ്ഞ 48 മണിക്കൂറിൽ തന്നെ 50-ലധികം ടാർഗറ്റുകളിൽ കനത്ത ആക്രമണം അഴിച്ചുവിടാൻ ഇറാന് സാധിച്ചുവെങ്കിൽ എന്താണ് അത് തെളിയിക്കുന്നത്? അവരുടെ തിരിച്ചടിക്കാനുള്ള ശക്തി ഇപ്പോഴും സജീവമാണ് എന്ന് തന്നെയല്ലേ? ഇസ്രയേലിലേക്കുള്ള ഏർലി വാർണിംഗ് റഡാർ ഡിഫൻസ് മെക്കാനിസങ്ങളിൽ ഏറിയ പങ്കും അമേരിക്ക ഡിപ്ലോയ് ചെയ്തിരുന്നത് ഗൾഫ് രാജ്യങ്ങളിലായിരുന്നു. അതെല്ലാം തകർത്ത് കളഞ്ഞതിനാൽ ഇസ്രയേലിലേക്ക് എത്തുന്ന മിസൈലുകൾ നേരത്തെ തിരിച്ചറിഞ്ഞ് ഇൻ്റർസെപ്റ്റ് ചെയ്യാനുള്ള അമേരിക്കയുടെ ശേഷി ഗണ്യമായി നഷ്ടപ്പെട്ടിരിക്കുകയാണ് ഇപ്പോൾ. അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഇറാൻ അയക്കുന്ന ഒട്ടുമിക്ക മിസൈലുകളും ലക്ഷ്യം കാണുകയും ഇസ്രയേലിൽ വൻ നാശം വിതയ്ക്കുകയും ചെയ്തുകൊണ്ടിരിക്കുന്നു. കഴിഞ്ഞ ദിവസം ഇറാൻ ഇസ്രായേലിലെ ഹൈഫയിലെ ഓയിൽ റിഫൈനറിയും തകർത്തു. സൈനികരുടെ മരണസംഖ്യ പുറത്തുവിടരുത് എന്ന് കർശന നിർദ്ദേശം നൽകിയതായും വാർത്തകളുണ്ട്. ഡിഫൻസ് സിസ്റ്റങ്ങൾ തകർന്ന് പ്രവർത്തനരഹിതമായതിനാൽ അമേരിക്കൻ സേന ഖത്തറിൽ തുടരുന്നത് വലിയ അപകടമാണ് എന്ന് തിരിച്ചറിഞ്ഞതിനാൽ സേന ഖത്തർ വിടാൻ തുടങ്ങിയതായും റിപ്പോർട്ടുകളുണ്ട്. ഈ നീക്കത്തിന് സ്ട്രാറ്റജിക്കൽ റീപൊസിഷനിങ് എന്ന് പേരിട്ട് തടിയുരാനുള്ള ശ്രമമാണ് ഇപ്പോൾ നടക്കുന്നതെന്നും ചില വിമർശകർ പറയുന്നുണ്ട്. ഇസ്രായേലിലെ യഥാർത്ഥ നഷ്ടങ്ങളും കാഷ്വാലിറ്റികളും ഒരിക്കലും പുറത്തു വരില്ല. രാജ്യം മുഴുവൻ നശിച്ചാലും AI കൊണ്ട് അവർ മറ്റൊരു രാജ്യമുണ്ടാക്കി ലോകത്തെ കാണിക്കുമെന്ന് ലോകം വിശ്വസിച്ച് തുടങ്ങിയിരിക്കുന്നു. ഇറാൻ്റെ എണ്ണ കേന്ദ്രങ്ങൾ ആക്രമിക്കപ്പെട്ടതിന് തിരിച്ചടിയായി ഹൈഫയിലെ ബസാൻ റിഫൈനറിയിൽ നടന്ന കൃത്യമായ ആക്രമണത്തോടെ യുദ്ധ സാഹചര്യങ്ങൾ അപകടകരമായ ഒരു തലത്തിലേക്ക് മാറിയിരിക്കുന്നു. ഇസ്രായേലിലെ ഏറ്റവും വലുതും പ്രധാനപ്പെട്ടതുമായ എണ്ണ സംസ്കരണ കേന്ദ്രമാണിത്. ഇത് അവരുടെ സാമ്പത്തിക മേഖലയിൽ പെട്ടെന്ന് തന്നെ കടുത്ത പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കുന്ന ഒന്നാണ്. അതുകൊണ്ട് തന്നെ ആവണം ഇറാൻ്റെ എണ്ണപ്പാടങ്ങൾ ഇനി ആക്രമിക്കേണ്ടതില്ല എന്ന പുതിയ തീരുമാനത്തിൽ അവരെത്താൻ കാരണവും. അമേരിക്കയുടെ ദേശീയ കടം ചരിത്രത്തിലാദ്യമായി $39 ട്രില്യൺ വെറും 5 മാസം കൊണ്ടാണ് അമേരിക്കൻ കടത്തിൽ $1 ട്രില്യൺ വർദ്ധിച്ചത്. ഓരോ ദിവസവും ശരാശരി $7 മുതൽ $8 ബില്യൺ വരെയാണ് അമേരിക്ക പുതുതായി കടമെടുക്കുന്നത്. ലോകത്തിലെ ഏറ്റവും വലിയ ഒരു സമ്പദ് വ്യവസ്ഥ നേരിടുന്ന ഈ വമ്പൻ പ്രതിസന്ധി ഭാവിയിൽ ആഗോള മാർക്കറ്റിനെയും ബാധിച്ചേക്കാം. തുടർച്ചയായി ഇറാനെ ആക്രമിച്ചതുകൊണ്ട് അമേരിക്കയും ഇസ്രയേലും ലോകത്തിനുണ്ടാക്കിയ നേട്ടം എന്തൊക്കെയാണ്? ഇറാൻ ജനതയ്ക്ക് സ്വാതന്ത്ര്യം നൽകുമെന്ന് പറഞ്ഞവർ ബോംബിംഗ് നടത്തി 3 മില്യൺ ഇറാനികളെ തെരുവിലാക്കി. 8 ലക്ഷം ലെബനാൻകാരെ ഭവനരഹിതരാക്കി. വർഷം 20 മില്യൺ യാത്രക്കാർ സഞ്ചരിച്ചിരുന്ന ഇസ്രയേലിലെ പ്രധാന ബിസിനസ് ഹബ്ബായ ബെൻഗൂറിയൻ ഇൻ്റർനാഷണൽ എയർപോർട്ട് പ്രവർത്തനരഹിതമായി. ഹോർമുസ് കടലിടുക്ക് അടക്കാൻ കാരണമായി. അത് അന്താരാഷ്ട്ര വാണിജ്യ പാതക്ക് തുരങ്കം വെച്ചു. ലോകത്തെ കടുത്ത സാമ്പത്തിക മാന്ദ്യത്തിലേക്ക് തള്ളിവിട്ടുകൊണ്ടിരിക്കുകയാണിത്.
ഖത്തറിൻ്റെ LNG ടെർമിനൽ തകർന്നു. യൂറോപ്പിലേക്കുള്ള 80%, ലോക വിപണിയിൽ 25% കൈയാളുന്ന സപ്ലൈ ചെയിൻ നിലച്ചു. ഗൾഫിനെ നശിപ്പിക്കുകയല്ലേ ഈ യുദ്ധക്കൊതിയന്മാരുടെ മറ്റൊരു ലക്ഷ്യമെന്ന് ചിന്തിക്കുവാൻ ന്യായമായ കാരണങ്ങളുണ്ട്. ഗൾഫിൻ്റെ മിലിറ്ററി ബേസുകൾ ഇറാനെ ആക്രമിക്കാനായി വിട്ടുകിട്ടാൻ അവരെ പരമാവധി പ്രകോപിപ്പിക്കണം. അതിനാണ് ഇടയ്ക്കിടെ ഇറാൻ്റെ എണ്ണപ്പാടത്ത് ബോംബിടുന്നത്. അപ്പോൾ ഇറാൻ ഗൾഫിലെ എണ്ണപ്പാടങ്ങളിലേക്കും തിരിച്ചടിക്കും. ഗതികെട്ട് മിഡിൽ ഈസ്റ്റ് അമേരിക്കയുടെ കൂടെ യുദ്ധത്തിനിറങ്ങും. അപ്പോൾ ഇറാൻ്റെ ശക്തമായ തിരിച്ചടിയിൽ ഗൾഫ് രാജ്യങ്ങൾ നശിച്ചു തുടങ്ങും. ഇറാൻ്റെ എണ്ണപ്പാടങ്ങൾ ആക്രമിക്കുന്നത് ഞങ്ങളുടെ പോളിസിയല്ല എന്ന് പറയുന്ന അമേരിക്ക, ഇസ്രായേലിനോട് അങ്ങനെ ചെയ്യരുത് എന്ന് ഇപ്പോൾ നിർദ്ദേശിക്കുന്ന അമേരിക്ക, എന്തുകൊണ്ട് തങ്ങളുടെ പോളിസിക്കെതിരായി യുദ്ധം നടത്തുന്ന ഇസ്രായേലിൻ്റെ കൂടെ വീണ്ടും യുദ്ധവുമായി മുന്നോട്ട് പോകുന്നു? ഇസ്രായേലും അമേരിക്കയും വിദഗ്ധമായി ലോകരാജ്യങ്ങൾക്ക് മുന്നിൽ നാടകം കളിക്കുകയാണ് എന്ന് ജനങ്ങൾ ചിന്തിച്ചു തുടങ്ങിയിരിക്കുന്നു. ഇസ്രായേലിൻ്റെ ആക്രമണ രീതിയിൽ നിന്ന് തന്നെ മിഡിൽ ഈസ്റ്റ് തകരുന്നതിൽ അവർക്ക് യാതൊരു ഉത്കണ്ഠയുമില്ല എന്ന് മനസ്സിലാക്കാം. ഇതിൽ നിന്ന് അവരുടെ ഗ്രേറ്റർ ഇസ്രായേൽ എന്ന വ്യാമോഹത്തിൻ്റെ അപ്രഖ്യാപിത ലക്ഷ്യങ്ങളിൽ ഒന്ന് മാത്രമാണ് അതെന്ന് സ്വാഭാവികമായും നമുക്ക് കരുതാം. ഇറാനെ തകർക്കാൻ ഇതുവരെ $22.8 ബില്യൺ ചെലവായത്രേ. ഈ തുക ജനക്ഷേമത്തിന് ഉപയോഗിക്കാമായിരുന്നില്ലേ എന്ന് ട്രംപിനോട് ബെർണി സാൻഡേഴ്സിൻ്റെ ചോദ്യം. ഈ ഭീമമായ തുക അമേരിക്കൻ ജനതയുടെ ക്ഷേമത്തിനായി ഏതൊക്കെ രീതിയിൽ വിനിയോഗിക്കാമായിരുന്നു എന്നതിൻ്റെ കണക്കുകളും അദ്ദേഹം നിരത്തുന്നു. ഈ യുദ്ധം കാരണം ലോകം മുഴുവൻ കടുത്ത സാമ്പത്തിക ഞെരുക്കത്തിലേക്ക് നീങ്ങുകയാണ്. ഇസ്രായേൽ ഇറാൻ്റെ എണ്ണ സംഭരണ കേന്ദ്രമായ കാർഗ് ദ്വീപിലേക്ക് ആക്രമണം വ്യാപിപ്പിച്ചതോടെ ഇറാൻ ഗൾഫ് രാജ്യങ്ങളെ ഒന്നടങ്കം ആക്രമിക്കുകയാണിപ്പോൾ. എണ്ണ, പ്രകൃതിവാതക ഉൽപ്പാദന കേന്ദ്രങ്ങൾ, സംഭരണ ശൃംഖലകൾ തുടങ്ങി നഗരങ്ങൾ, തുറമുഖങ്ങൾ, എയർപോർട്ടുകൾ എല്ലാം തകർക്കപ്പെട്ടേക്കാം. ഇതേ തുടർന്ന് ഗൾഫിലെ മിക്കവാറും എല്ലാ രാജ്യങ്ങളും തങ്ങളുടെ എണ്ണ, വാതക ഉൽപ്പാദന കേന്ദ്രങ്ങൾ നിർത്തിവച്ചിരിക്കുകയാണ്. ഹോർമുസിലെ തടസ്സം കാരണം അവർക്ക് നിലവിൽ സ്റ്റോക്കുള്ളത് വിൽക്കാനും പറ്റാത്ത നിലയിലാണ്. ഇതേ സ്ഥിതി തുടർന്നാൽ എണ്ണ വില ഇനിയും ഉയരുമെന്ന് ഉറപ്പാണ്. സൗദി മുതൽ ഒമാൻ വരെയുള്ള 6 രാജ്യങ്ങൾ കഴിഞ്ഞ 30 വർഷങ്ങളായി തങ്ങളുടെ രാജ്യത്ത് അമേരിക്കക്ക് താവളങ്ങളും മറ്റു സൗകര്യങ്ങളും നൽകി പാർപ്പിച്ചത് തങ്ങളുടെ സുരക്ഷയെ കരുതി മാത്രമായിരുന്നു. എന്നാൽ ഇപ്പോൾ ഒരു യുദ്ധമുണ്ടായപ്പോൾ കാവൽക്കാരനെ വിശ്വസിച്ച് ഉറങ്ങാനാവാത്ത അവസ്ഥയിലാണ് അവർ. പ്രതിരോധം സ്വന്തം നിലക്ക് തന്നെ അവർ ചെയ്യാൻ തുടങ്ങി. ആയുധങ്ങളും ഇൻ്റർസെപ്റ്റ് ചെയ്യാനുള്ള സംവിധാനങ്ങളും അമേരിക്ക അവർക്ക് വിറ്റത് തന്നെയാണ്. ഏതായാലും ഗൾഫ് രാജ്യങ്ങൾ ഒരു കാര്യത്തിൽ പ്രത്യേക വകതിരിവ് കാണിച്ചു. പലരും കുഴിയിൽ ചാടിക്കാൻ ശ്രമിച്ചിട്ടും അവർ ഈ യുദ്ധത്തിൽ ഇറാനെതിരെ ഇതുവരെ കക്ഷി ചേർന്നില്ല. ഇനി ചേർന്നാൽ ഇറാനെയും അവരെയും തമ്മിലടിക്കാൻ വിട്ട ശേഷം യാങ്കികൾ വലിയുമെന്ന് ഉറപ്പാണ്. ഇറാൻ ഇറാഖ് യുദ്ധത്തിലെ പോലെ ആക്രമണത്തിലെ കെടുതികളും സാമ്പത്തിക നഷ്ടങ്ങളും വൻ പ്രതിസന്ധികളും അവർ തന്നെ സ്വയം നേരിടേണ്ടി വരും. ഇസ്രായേൽ അമേരിക്കയെ ഇറാനെക്കുറിച്ച് തെറ്റായ വിവരങ്ങൾ ധരിപ്പിച്ച് ഈ യുദ്ധത്തിലേക്ക് വലിച്ചിട്ടു എന്നാണ് പൊതുഭാഷ്യം. ഇതിൻ്റെ പേരിൽ അമേരിക്കയിൽ തന്നെ സ്വന്തം പാർട്ടിയിൽ നിന്നുൾപ്പെടെ ട്രംപിന് കടുത്ത വിമർശനം നേരിടേണ്ടി വന്നിട്ടുണ്ട്. എന്നാൽ ഈ യുദ്ധം ആകസ്മികമായി സംഭവിച്ച ഒന്നല്ല. വ്യക്തവും കൃത്യവുമായ പദ്ധതികളും പരിശീലനങ്ങളും ഇതിന് പിന്നിലുണ്ട്. വെനിസ്വേലയിലെ പ്രസിഡന്റിനെ തട്ടിക്കൊണ്ടുപോവുകയും അവിടെ അമേരിക്കയുടെ പാവ സർക്കാർ ഭരണത്തിൽ ഏറുകയും ചെയ്തതോടെ ലോകത്തിലെ എണ്ണ സമ്പത്തിൻ്റെ 20% അമേരിക്കയുടെ കയ്യിലായി. സ്വന്തമായുള്ള 5% കൂടി കൂട്ടിയാൽ 25%. ബാക്കിയുള്ളതിൽ റഷ്യ കഴിഞ്ഞാൽ മഹാഭൂരിപക്ഷവും ഉൾക്കൊള്ളുന്ന ഗൾഫ് പേർഷ്യൻ മേഖലയെ ഒരു മഹായുദ്ധത്തിലേക്ക് തള്ളിയിട്ടതോടെ അവിടങ്ങളുടെ ഉൽപ്പാദനവും വിതരണവും എല്ലാം താറുമാറായി. ബാരലിന് $60 നിന്നിരുന്ന എണ്ണവില ഇപ്പോൾ 100-ന് മുകളിൽ എത്തി നിൽക്കുന്നു. ഇത് ഇനിയും ഉയരും. ഗൾഫിലെ എണ്ണ വരവ് കുറയുമ്പോൾ ലോകം കൂടുതലായി വെനിസ്വേലയെ ആശ്രയിക്കേണ്ടി വരും. എന്നുവെച്ചാൽ അമേരിക്കയ്ക്ക് ഈ യുദ്ധത്തിന് മുടക്കുന്ന തുകയുടെ 10 മടങ്ങ് കയ്യിലെത്തും. എന്നാൽ റഷ്യയുടെയും ചൈനയുടെയും പിൻബലത്താൽ ഇറാൻ വർദ്ധിത വീര്യത്തോടെ പോരാട്ടം തുടർന്നാൽ ഒടുക്കം ഇതൊരു അണവായുധ പ്രയോഗത്തിൽ അവസാനിക്കൂ എന്നാണിപ്പോൾ ലോകം ഭയപ്പെടുന്നത്.